എനിക്കിഷ്ടമില്ലാത്ത സത്യങ്ങൾ പറയുന്നവരെ കൊല്ലണം എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത, അവരെ ഉപദ്രവിക്കണം എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഇവിടെ തന്നെ അതിന് വേണ്ടി എഴുതിയിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ചില ആശയ സമരങ്ങളാണ്. പറയാനുള്ള സ്വാതന്ത്ര്യവും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾ അംഗീകരിച്ചത് ഞാൻ അതിനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് വ്യത്യസ്തമായ ഒരു ആശയം പറയാൻ പറ്റില്ല. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം പറയുന്നവരെ അപ്പോൾ ആക്രമിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ യുവാക്കളിൽ പോലും കണ്ടുവരികയാണ്. അപ്പോൾ അതിന് മാറ്റം ഉണ്ടാക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഞാൻ ബഹുമാനസി അഫീസ് സാബും പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ വളരെ ചരിത്രത്തിലെ ഒരു അപകട സൂചന, അത് എനിക്ക് വളരെ സത്യമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫാസിസം വളർന്ന് വികസിച്ച രാജ്യങ്ങളിലൊന്നും തന്നെ ഈ ഫാസിസത്തെ അവസാനിപ്പിച്ചത് അതാത് രാജ്യങ്ങളിലെ ജനതയല്ല, പുറത്തുനിന്നുള്ള ഇടപെടൽ വേണ്ടി വന്നു. നമുക്കതൊരു അപകട സൂചനയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ രാജ്യവും ഫാസിസത്തിൻ്റെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. യുക്തിഭദ്രമായി എതിർക്കുന്നവരെ മുഴുവൻ കൊന്നെടുക്കുന്ന ഒരു കാലഘട്ടം. കൽബുർഗിക്കുണ്ടായതാണ്, പൻസാരയ്ക്കുണ്ടായതാണ്, ഈ രാജ്യത്ത് ആകമാനം നടന്നു വരുന്നതാണ്. ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ പറയുന്നവരെ കൊല്ലുക, ഇഷ്ടമില്ലാത്ത ആഹാരം കഴിക്കുന്നവരെ കൊല്ലുക, ഇഷ്ടമില്ലാത്ത ആളുകളോട് രാജ്യം വിട്ടുപോകാൻ പറയുക. അപ്പോൾ ഫാസിസത്തിൻ്റെ ഒരു സൂചന വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നിട്ടുണ്ട്. പക്ഷെ നേരത്തെ അമീർ സാഹിബ് പറഞ്ഞതുപോലെ നമുക്കൊരു വിദേശ രാജ്യത്തെ കാത്തിരിക്കാൻ സാധിക്കില്ല. നമുക്ക് വിദേശ രാജ്യത്തെ കാത്തിരിക്കാൻ സാധിക്കുമോ? ഫാസിസം ഇവിടെ സർവാധിപത്യം പൂണ്ട്, മനുഷ്യരൂപം പൂണ്ട്, രാജ്യത്തെ കീഴടക്കിയതിനു ശേഷം പുറത്തു നിന്ന് കുറച്ച് രക്ഷകർ വരും എന്ന് നമുക്ക് കാത്തിരിക്കാൻ സാധിക്കും. ചരിത്രത്തിലെ ആ തെറ്റിനെ തിരുത്തുവാനുള്ള അവസരമാണ് ഒരു ജനത എന്ന നിലയിൽ നമ്മളിൽ വന്നു ഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഫാസിസത്തെ നമ്മൾ തന്നെ വിദേശ രാജ്യത്തിൻ്റെയും ആവശ്യമാക്കില്ല. നമ്മൾ ചെറുത്തേ പറ്റൂ. ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യത്വം അവസാനിക്കുകയാണ്, നന്മകൾ അവസാനിക്കുകയാണ്. കേരളത്തിലും വിവിധ രൂപങ്ങളിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെളിക്കുടിയിൽ വിഷമാതകം ശ്വസിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന 2 മനുഷ്യർ. രക്ഷിക്കാൻ ആരുമില്ല. 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്ന് മുൻപിൽ നോക്കാതെ ആരാണ് മരിക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാതെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് മരിക്കുമ്പോൾ അവന്റെ മതം അന്വേഷിക്കുന്നത് ഫാസിസമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചെറുക്കാൻ പറ്റും. ആ ചെറുത്തുനിൽപ്പ് ആശയങ്ങളിലൂടെ വേണം. എനിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സ്വയം വിമർശനം, ഇന്ന് പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി ഇതിനെ ചെറുക്കുവാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതൊന്നും പിന്നോട്ട് പോകും. കാരണം സമൂഹത്തിൽ ബഹുഭൂരിപക്ഷമുള്ള ചെറുപ്പക്കാരെ എൻഗേജ് ചെയ്യുവാൻ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുപോകുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ഈ മനുഷ്യ സംഗമത്തിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ നമ്മുടെ രാഷ്ട്രീയ സാക്ഷരത, നമ്മുടെ സമൂഹത്തിൽ, ഞാൻ രാഷ്ട്രീയ സാക്ഷരത എന്ന് ഞാൻ പറയുന്നില്ല, സാമൂഹ്യ സാക്ഷരത വർദ്ധിപ്പിക്കണം. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അറിയണം. ദാദ്രിയിൽ ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ എറണാകുളത്തെ തെരുവീതികളിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്തുണയില്ലാതെ ചെറുപ്പക്കാരൻ പ്രതിഷേധ പ്രകടനം നടത്തുന്നിടത്താണ് നമുക്ക് ഫാസിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. മൈസൂരിൽ കണ്ണൂരി എന്ന സർവകലാശാല വൈസ് ചാൻസലറെ വീട്ടിൽ വന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ക്യാമ്പസിൽ നിശ്ചലമാക്കി യുവാക്കൾ പുറത്തിറങ്ങുമ്പോഴാണ് നമ്മൾ ഫാസിസത്തെ കുറിച്ചുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നത്. അവിടെ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തന്നെ ഫാസിസത്തെ ചെറുക്കുവാൻ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയണം, കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കണം, സംവാദങ്ങളിലൂടെ ആശയപരമായ പോരാട്ടങ്ങളിലൂടെ നമുക്ക് മുന്നേറിക്കണം. ഇപ്പം എനിക്ക് അടുത്ത സന്തോഷം തോന്നിയൊരു കാര്യം, കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രചരണമാണ്. അമ്പലങ്ങളിലെ സ്വത്തുക്കൾ മുഴുവൻ തന്നെ എവിടെ പ്രസംഗിച്ചാലും പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കണ്ടില്ലേ, ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ ആയിരക്കണക്കിന് കോടിയുണ്ട്, അത് മുഴുവൻ പറിച്ചുകൊണ്ടുപോയി സർക്കാർ എടുക്കുകയാണ്, മറ്റു മതസ്ഥർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണമാണ്. പക്ഷെ കേരളത്തിലെ നിയമസഭ ഇത് സംബന്ധിച്ച് സാമാജികർ ഒരു ചോദ്യം ഉന്നയിച്ച് മറുപടി കിട്ടിയപ്പോൾ 1 രൂപ പോലും സർക്കാർ എടുക്കുന്നില്ലായിരുന്നു. പകരം ഒരു 5 വർഷം കൊണ്ട് 250 കോടി അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയുക്തമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന നവ ഫാസിസ്റ്റുകൾക്ക് പിൻവലിയേണ്ടി വന്നു. ശരിയല്ലേ?
നമ്മൾ ഇങ്ങനെ പ്രതികരിക്കും. ഞാൻ അതിനെ ഒരു മഹത്വോദ്ദേശത്തോട് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അനവധി ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്വാർത്ഥത്തോട് ഞാൻ അതെടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റു പല ഉദാഹരണം ഇങ്ങനെയാണ് നമുക്ക് ചേർക്കണം. ആശയപരമായി നമുക്ക് ചേർക്കണം, ആയുധമെടുത്തല്ല. ആശയപരമായി ഈ ഫാസിസത്തെ അവസാനിപ്പിക്കുവാൻ കരുത്തുള്ള യുവത്വം ഈ നാട്ടിലുണ്ട്, ഈ മണ്ണിലുണ്ട്. ഇന്ത്യയുടെ മനസ്സിൽ ആത്മാവിൽ അതുകൊണ്ട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. മനുഷ്യർ വല്ലപ്പോഴും ഇങ്ങനെ മനുഷ്യന്റെ സംഘം ഉണ്ടാകുന്നതല്ല. ഇവിടെ സംഘടിപ്പിക്കുന്നത് ജാതിയുടെ സംഗമം, മതത്തിന്റെ സംഗമം, രാഷ്ട്രീയത്തിന്റെ സംഗമമല്ലേ. പലപ്പോഴും ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യർക്ക് ഒത്തുചേരാൻ സാധിക്കുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ വിത്തിറച്ച് ഉണ്ടാക്കുന്ന ഒരേ തരത്തിലുള്ള നെൽമണികൾ മാത്രം പോരാ, നെൽക്കതിരുകൾ മാത്രം പോരാ, കളകളും നമ്മുടെ സമൂഹത്തിൽ വേണമെന്ന് അംഗീകരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.